വയനാട് സുൽത്താൻ ബത്തേരിയിൽ അഭിഭാഷകയ്ക്ക് നേരെ എതിർകക്ഷിയുടെ ആക്രമണം. അഡ്വക്കേറ്റ് ആതിരയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസ് വീഴ്ച വരുത്തിയതായി ആരോപിച്ച അഭിഭാഷകർ കോടതി നടപടികൾ ബഹിഷ്കരിച്ചു. സുൽത്താൻ ബത്തേരി കോടതിക്ക് സമീപത്ത് ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു ആക്രമണം. അഭിഭാഷകയായ ആതിരയും ഇവരുടെ കക്ഷിയും തമ്മിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് ആതിരയുടെ കക്ഷിയുടെ ഭർത്താവും എതിർകക്ഷിയുമായ വ്യക്തി ആക്രമിക്കുന്നത്. പരിക്കേറ്റ അഭിഭാഷക സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുൻപും കക്ഷിയുടെ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് കേസ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഭീഷണി ഉണ്ടായിരുന്നതായി ഇവർ പറയുന്നു. പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പ്രീവിയസ്ലി വൺസ് അയാൾ ഓഫീസിൽ വന്നിട്ട് ഓൾറെഡി ഒരു FIR ഉണ്ട്. പക്ഷേ നോൺ ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ഒരു ആക്ഷനും എടുത്തില്ല. ആൻഡ് thereafter several times ഫോണിലൂടെ ഹരാസ് ചെയ്യും, കേസ് പിൻവലിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് പറയും. അഭിഭാഷകയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പോലീസ് കൃത്യമായി ഇടപെട്ടില്ലെന്ന് ബാർ അസോസിയേഷനും ആരോപിക്കുന്നു. മുൻപ് ഭീഷണി ഉണ്ടായപ്പോൾ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ച അഭിഭാഷകർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതി നടപടികൾ ബഹിഷ്കരിച്ചു. സംഭവത്തിൽ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കം നടത്താനാണ് ബാർ അസോസിയേഷന്റെ തീരുമാനം. എന്നാൽ അഭിഭാഷകയുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്ന് സുൽത്താൻ ബത്തേരി പോലീസ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, വയനാട്.